ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. കോഴിക്കോട്ടെ 6 വയസ്സുകാരി അതിഥി നമ്പൂതിരിയുടെ കൊലപാതക കേസിൽ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ഹൈക്കോടതി ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചു. കോഴിക്കോട് സെഷൻസ് കോടതി പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരുന്നു. ആ വിധിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. 2013 ഏപ്രിൽ 29-ന് ഇരുവരും ചേർന്ന് കുട്ടിയെ പട്ടിണിക്കിട്ട് ക്രൂരമായി പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. വിധി ജസ്റ്റിസുമാരായ വി. രാജ വിജയരാഘവനും കെ. വി. ജയകുമാറും അടങ്ങിയ ബെഞ്ച് പ്രസ്താവിച്ചു. ശബരിമലയിൽ അവതാരങ്ങളെ ഒഴിവാക്കാനുള്ള നീക്കവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത്. മേൽശാന്തിക്കുള്ള സഹായികളെ ബോർഡ് നേരിട്ട് നൽകാനും പോലീസ് വെരിഫിക്കേഷൻ നിർബന്ധമാക്കാനും തീരുമാനമായി. നിലവിലെ പ്രശ്നങ്ങൾക്ക് ചില അവതാരങ്ങളാണ് കാരണമെന്ന് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ശരിയായ ദിശയിലാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ലിയോ 14 മാർപ്പാപ്പ 7 പേരെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അർമേനിയൻ വംശഹത്യയിൽ കൊല്ലപ്പെട്ട ബിഷപ്പും വെനസ്വലയിലെ പാവങ്ങളുടെ ഡോക്ടർ എന്നറിയപ്പെട്ട വൈദികനും ഇതിൽ ഉൾപ്പെടുന്നു. തെക്കൻ അമേരിക്കയിലെ ആദ്യ വനിതാ വിശുദ്ധയായി മരിയ കാർമൻ റെൻഡിൽസിനെയും സഭ അംഗീകരിച്ചു. പ്രവാസികൾക്ക് ഇനി ആശ്വാസ വാർത്ത. അന്താരാഷ്ട്ര മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ ഇന്ത്യയിൽ UPI പേയ്മെന്റ് നടത്താം. ഇന്ത്യൻ സിം ആവശ്യമില്ല. NRE NRO അക്കൗണ്ട് മതിയാകും. ഇപ്പോൾ സിംഗപ്പൂർ, UAE, കാനഡ, ഓസ്ട്രേലിയ, ഖത്തർ, US, UK തുടങ്ങി 12 രാജ്യങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാണ്. Paytm പോലുള്ള ആപ്പുകൾ വഴി ലോഗിൻ ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയാകുമ്പോൾ എളുപ്പത്തിൽ UPI പേയ്മെന്റുകൾ നടത്താം. കുവൈറ്റിലെ ഫൈലക ദ്വീപിൽ വെങ്കലയുഗകാലത്തെ ഏകദേശം 4000 വർഷം പഴക്കമുള്ള ദിൽമൻ നാഗരികതയുടെ ക്ഷേത്രം കണ്ടെത്തിയതായി നാഷണൽ കൗൺസിൽ ഫോർ കൾച്ചർ, ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് അറിയിച്ചു. കുവൈറ്റ് ഡാനിഷ് സംയുക്ത സംഘമായ മോസ്ഗാർഡ് മ്യൂസിയവുമായി ചേർന്ന് 2025-ലെ പുരാവസ്തു ഖനന സീസണിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഈ ക്ഷേത്രം കഴിഞ്ഞ സീസണിൽ കണ്ടെത്തിയ മറ്റൊരു ക്ഷേത്രത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നതാണ്. ഒരേ സ്ഥലത്ത് 2 ക്ഷേത്രങ്ങൾ ഒരുമിച്ച് നിലനിന്നിരുന്നുവെന്ന് ഖനന സംഘം സ്ഥിരീകരിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.